മേഘപടലങ്ങൾക്കിടയിൽ കുങ്കുമം വിതറിയ സൂര്യനെ എങ്ങും കാണാനില്ല. നാട്ടിൽ നിന്നും ന്യൂഡൽഹിയിലേക്കുള്ള ആകാശയാത്രയ്ക്കിടയിലെ കാഴ്ചയാണിത്. നമ്മുടെ ഓരോ യാത്രയും അവസാനിക്കുന്നത് ഇതുപോലുള്ള ദൃശ്യങ്ങളോ ചിത്രങ്ങളോ ഓർമ്മകളോ ബാക്കി വെച്ചുകൊണ്ടല്ലേ? അങ്ങനെ നീണ്ട 3 മണിക്കൂർ യാത്രക്കൊടുവിൽ ഞങ്ങൾ ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി എയർപോർട്ടിൽ എത്തിച്ചേർന്നു. മുന്നോട്ട് നടന്നു നീങ്ങുമ്പോൾ ചുവരുകളിൽ പതിപ്പിച്ച ഈ ഹസ്തമുദ്രാ ശില്പം എന്നെ വല്ലാതെ ആകർഷിച്ചു. അവിടെ നിന്ന് നേരെ എയർപോർട്ട് ടാക്സി എടുത്ത് മുൻകൂട്ടി ബുക്ക് ചെയ്ത ഹോട്ടൽ മുറിയിലേക്ക് യാത്ര തിരിച്ചു. ഹോട്ടൽ മുറിയിലെത്തി കുറച്ചൊന്ന് വിശ്രമിച്ച ശേഷം ഡൽഹിയിലെ കാഴ്ചകളിലേക്ക് ഞങ്ങൾ യാത്രയായി. ഞങ്ങളിപ്പോൾ നടന്നു നീങ്ങുന്നത് കുത്തബ് മിനാർ സ്ഥിതി ചെയ്യുന്ന കുത്തബ് കോംപ്ലക്സിലേക്കാണ്. അതിമനോഹരമായി പരിപാലിച്ചു പോകുന്ന കുത്തബ് കോംപ്ലക്സിലെ കാഴ്ചകൾ കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന ഒന്നാണ്. ഭാഗ്യവശാൽ അധികം തിരക്കില്ലാത്ത ഒരു ദിവസമായിരുന്നു അന്ന്. അതുകൊണ്ട് തന്നെ ചുറ്റുമുള്ള കാഴ്ചകൾ വേണ്ടുവോളം ആസ്വദിച്ച് ഞങ്ങൾ നടന്നു. അങ്ങനെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് നടക്കുമ്പോൾ പച്ച പുൽത്തകിടുകൾക്കിടയിൽ പ്രൗഢഗംഭീരതയോടെ തലയുയർത്തി നിൽക്കുകയാണ് നമ്മുടെ കുത്തബ് മിനാർ. മേഘാവൃതമായ ആകാശവും തണുത്ത കാലാവസ്ഥയും കൊണ്ട് വളരെ മനോഹരമായിരുന്നു ആ സായാഹ്നം. കരിങ്കൽ പാളികളാൽ പരവതാനി വിരിച്ച ആ നിലത്തോടെ ഞങ്ങൾ മുന്നോട്ട് നടന്നു. അവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ഞങ്ങളെപ്പോലെ ഭാരതത്തിന്റെ ആ അത്ഭുതത്തെ നേരിട്ടു കാണുന്ന ആകാംക്ഷയിലാണ്. 1193 കുത്തബുദ്ദീൻ ഐബക്കാണ് ഈ ഗോപുര നിർമ്മാണത്തിന് തുടക്കം കുറിക്കുന്നത്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള നിർമ്മിതികളിൽ ഒന്നാണ് നമ്മുടെ കുത്തബ് മിനാർ. ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വലിയ മിനാരമാണ് കുത്തബ് മിനാർ. 72.5 മീറ്ററാണ് ഇതിന്റെ നീളം. മുകളിലോട്ട് പോകുന്തോറും ഉയരവും വിസ്തീർണവും കുറഞ്ഞു വരുന്ന രീതിയിലാണ് ഇതിന്റെ നിർമ്മിതി. ചുവന്ന മണൽക്കല്ലിൽ തീർത്ത കുത്തബ് മിനാറിന്റെ ആദ്യ നിലയിൽ അറബിക് ലിഖിതങ്ങൾ എഴുതപ്പെട്ടതായി കാണാം. മിനാരിന്റെ ചുറ്റിലും പൂർത്തിയാകാതെ ഉപേക്ഷിക്കപ്പെട്ടതോ കാലക്രമേണ തകർന്നു പോയതോ ആയ അനേകം നിർമ്മിതികൾ കൂടി കാണാം. കുത്തബ് മിനാറിന്റെ മുകളിലോട്ട് പോകുവാൻ പടികളുണ്ടെങ്കിലും ആരെയും അവിടെ കടത്തിവിടാറില്ല. ഇതിനു കാരണം 1981 നടന്ന ഒരു അപകടമാണ്. നിരവധി ജീവനുകളാണത്രേ ആ അപകടത്തിൽ പൊലിഞ്ഞുപോയത്. ഇതിനുശേഷമാണ് മുകളിലേക്കുള്ള സഞ്ചാരികളുടെ പ്രവേശനം നിരോധിച്ചതും. ദില്ലി സുൽത്താനായിരുന്ന കുത്തബുദ്ദീൻ ഐബക്കാണ് കുത്തബ് മിനാറിന്റെ ആദ്യ നില പൂർത്തീകരിച്ചതെങ്കിലും സുൽത്താൻ ഇൽത്തുമിഷാണ് 1229 കുത്തബ് മിനാറിന്റെ 4 നിലകളിലെ പണികൾ പൂർത്തിയാക്കിയത്. അങ്ങനെ കുത്തബ് മിനാറിന്റെ നയനമനോഹരമായ ദൃശ്യങ്ങൾ കുറച്ചുകൂടി എൻ്റെ മൊബൈൽ ക്യാമറയിൽ പകർത്തിയ ശേഷം ഞങ്ങൾ അവിടെ നിന്നും കുറച്ച് ഫാമിലി ഫോട്ടോ കൂടി എടുക്കുകയുണ്ടായി. പ്രതീക്ഷിച്ചതുപോലെ തന്നെ മേഘങ്ങൾ മണ്ണിൽ പെയ്തിറങ്ങാൻ തുടങ്ങിയപ്പോൾ മഴ കൊള്ളാതിരിക്കാൻ ഓരോരുത്തരായി ഇവിടെ സ്ഥാനം പിടിച്ചു. ഒപ്പം ഞങ്ങളും കൂടി. ഇന്ത്യയിലെ തന്നെ വിവിധ ദേശത്തുള്ള ആളുകളും ഒപ്പം വിദേശികളും അവിടെ ഉണ്ടായിരുന്നു.
അവിടെ ഇരുന്ന് കുറച്ചു നേരം പുറത്തേക്ക് നോക്കി മഴയെ ആസ്വദിച്ചുകൊണ്ട് നിന്നു. മഴ മാറി വരുമ്പോഴേക്കും നേരം വൈകിയതിനാൽ ഞങ്ങൾ അവിടെ നിന്നും അടുത്ത യാത്രയിലേക്ക് പുറപ്പെട്ടു. ലോകം ചുറ്റിക്കാണുന്നതിലുമുപരി ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒന്നാണ് കുത്തബ് മിനാർ. അങ്ങനെ ഒരു പിടി ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ യാത്ര തുടർന്നു.